ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുരുക്കളുണ്ടല്ലോ, പിമ്പിൾസ് വന്ന മാർക്കുകൾ, ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ ബ്ലെമിഷസ്, പിഗ്മെൻറ്റേഷൻ, പിന്നെ സൺ ടാൻ ഒക്കെ ഉണ്ടാവുമല്ലോ, കരിവാളിപ്പൊക്കെ മാറി നമ്മുടെ സ്കിന്നൊന്ന് നല്ലോണം ക്ലിയർ ആകാനായിട്ടൊക്കെയുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത്. ഇത് ക്ലിയർ ആകുകയും ചെയ്യും ഫേസ്, അതേപോലെ തന്നെ മുഖം നല്ലോണം നിറം വെക്കും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. നല്ലോണം നിറമൊക്കെ വയ്ക്കും, അതും നല്ല പാടുകളൊക്കെ മാറി നല്ലോണം നിറം വെക്കുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് കഴുത്തിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ മുഖമൊക്കെ ഒന്ന് കറുത്ത് വരില്ലേ, അതൊക്കെ ഒന്ന് മാറാനായിട്ട് നല്ലൊരു ഫേസ് പാക്കാണിത്. ഈ ഫേസ് പാക്ക് മഞ്ഞളും കൊണ്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യാൻ നേരത്ത് വൈകുന്നേരം തന്നെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇങ്ങനെ പകലൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒട്ടും വെയിൽ കൊള്ളാൻ പാടില്ല. നമ്മളിങ്ങനെ മഞ്ഞളൊക്കെ ഇട്ടതിന് ശേഷം, അത് ഏത് ഫേസ് പാക്ക് ആണെങ്കിലും അതേ, പ്രത്യേകിച്ച് മഞ്ഞളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കറുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ രാത്രിയൊക്കെ ഇടാൻ ശ്രമിക്കുക. പിന്നെ പിറ്റേ ദിവസം ഇറങ്ങുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ എന്തായാലും രാത്രി ഇടാൻ നോക്കാം കേട്ടോ. ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി കളയുമ്പോൾ സോപ്പൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും രാത്രി തന്നെ ഉപയോഗിക്കാൻ നോക്കാം. ഈ സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ എഫക്റ്റ് പോകും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഓട്സ് ആണ് കേട്ടോ. ഞാനിവിടെ ഓട്സ് പൊടിച്ച് വെച്ചേക്കണതാണ്. നമുക്കിതൊരു ക്ലെൻസറായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓട്സ് ഭയങ്കര സ്കിൻ നല്ലോണം നിറം വെക്കാനായിട്ട് പറ്റിയൊരു സംഭവമാണിത്. പിന്നെ നമുക്ക് ഓട്സ് പൊടിച്ചത് രാവിലെ വൈകിട്ടൊക്കെ നമുക്ക് ഫേസ് വാഷിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് ഓട്സ് പൊടി എടുക്കുക, വെള്ളം എടുത്തിട്ട് ജസ്റ്റ് മുഖം കഴുകി കഴിഞ്ഞാൽ തന്നെ നല്ലോണം നിറം വെച്ചിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഓട്സ് പൊടി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കഷ്ണം മഞ്ഞൾ ഇടുന്നുണ്ട്. മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആയാലും മതി കേട്ടോ. മഞ്ഞൾ അലർജി ഉള്ളവർക്ക് മഞ്ഞൾ അവോയ്ഡ് ചെയ്യാം, പക്ഷേ മഞ്ഞളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഇടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ മഞ്ഞൾ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൊണ്ട് ബാക്കിയുള്ള സംഭവങ്ങളുണ്ടല്ലോ ഇതിൽ ചേർക്കുന്നത്, അതും എല്ലാം വെച്ച് ഫേസ് പാക്ക് ഇടാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടുന്നത് നമ്മൾ മഞ്ഞൾ ഇട്ടാലാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഉരുളക്കിഴങ്ങാണ്. ഇപ്പം തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങായാലും കുഴപ്പമില്ല. ഒരു അരമുറി എടുക്കുക. പിന്നെ ആവശ്യത്തിന് തൈരും കൂടി ഇട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ കൊണ്ടുവരാം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. വളരെ ഈസിയാണ്, എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ലോണം നിറം വെക്കാൻ അടിപൊളിയാണ്. പിന്നെ ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്കിത് എന്നിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്കിന്നിന് തൈര് സ്യൂട്ട് അല്ലെങ്കിൽ നമുക്ക് പാലെടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാലെടുക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഈ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് വരെ നമ്മളിത് ഇട്ട് കൊടുക്കാറുണ്ട്. മഞ്ഞളൊക്കെ അരച്ച് ഇടൂലേ മുഖത്തൊക്കെ, ഇങ്ങനെ കറുപ്പൊക്കെ ആണെങ്കിൽ ഒന്ന് കുറച്ച് നിറം വെക്കാനായിട്ട്. ആ ഒരു എഫക്റ്റ് തന്നെയാണ്, അതിന് നല്ല എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. പിന്നെ ഈ പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഇതുണ്ടല്ലോ, കറുത്ത പാട്, കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ്, പിന്നെ അണ്ടർ ആംസിലുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് എന്നിട്ട് ഒരു സെമി ഡ്രൈ ആവണ വരെ വെച്ചാൽ മതി. ഒരുപാട് അങ്ങോട്ട് വലിച്ച് ഡ്രൈ ആക്കരുത്. ഒന്ന് സെമി ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഡെയിലി യൂസ് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നാരങ്ങാനീരൊന്നും ഇതിൽ യൂസ് ചെയ്യണില്ലല്ലോ. നല്ലോണം തന്നെ സൺ ടാനൊക്കെ മാറി സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ട് ഉള്ളൊരു ഫേസ് പാക്കാണിത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓട്സും പച്ചമഞ്ഞളും സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആക്കാനും കറുത്ത പാടുകളും ബ്ലെമിഷസും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റാനും, പിന്നെ അതേപോലെ തന്നെ ഈ ഓട്സ് അല്ലല്ലോ, പൊട്ടറ്റോയും കേടും സൺ ടാൻ മാറ്റി നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല, ഒരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ. അതെ, ഞാനൊരു 1/4 മണിക്കൂർ ഒന്ന് സെമി ഡ്രൈ ആയപ്പോഴേക്കും കഴുകി കളഞ്ഞു. ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. സ്കിൻ നല്ലോണം ലൈറ്റനാവും. ഡെയിലി യൂസ് ചെയ്താൽ നല്ലോണം റിസൾട്ട് കിട്ടും കേട്ടോ. നല്ലോണം നിറം വയ്ക്കും. അതേപോലെ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറും, പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് മാറും. ഈ ബ്ലെമിഷസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവില്ല മുഖത്ത്, പിന്നെ കഴുത്തിലുള്ള കറുപ്പ്, പിന്നെ ഈ നമ്മുടെ അണ്ടർ ആംസിലുള്ള ഡാർക്ക്നെസ്, അതൊക്കെ മാറാൻ ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ. അടിപൊളി ഫേസ് പാക്കാണ്. ഒരു സൈഡ് എഫക്ട്സും ഇല്ല. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്നിട്ട് റിസൾട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊന്നൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. പിന്നെ നല്ലോണം നിറം വെക്കാനായിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.